എമ്മാനുവേൽ എമ്മാനുവേൽ നിന്നോട് കൂടെ വാഴുന്നു. ഈജിപ്തിൽ നിന്ന് ഞാൻ എൻ്റെ പുത്രനെ വിളിച്ചു എന്ന് പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 15-ാം വാക്യം. ഈജിപ്ത് സമ്പൽ സമൃദ്ധിയുടെ നാട്, നൈലിന്റെ വരദാനം, സംസ്കാരങ്ങളുടെ പിള്ളത്തൊട്ടിൽ, സൂര്യദേവനെ ആരാധിച്ചിരുന്ന അമ്മോൺ റായുടെ നാട്, സൂര്യദേവന്റെ പുത്രനായ ഫറവോയുടെ മുകളിലേക്ക് സൂര്യകിരണങ്ങൾ വരുന്നത് പോലെ പിരമിഡുകൾ ഉണ്ടാക്കിയിരുന്ന നാട്. ഈ നാട് യഹൂദരെ സംബന്ധിച്ചിടത്തോളം അഭയകേന്ദ്രമാണ്. യാക്കോബും മക്കളും ക്ഷാമകാലത്ത് ജീവൻ തേടി ഓടിയെത്തിയ നാട്. തിരുക്കുടുംബം ഹെറോദോസിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവന് വേണ്ടി ഒളിച്ചോടിയ നാട്. എല്ലാവരെയും അഭയകേന്ദ്രമായി സ്വീകരിച്ച നാട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ പുത്രനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു എന്ന് പറയുക. അവിടെ ഇസ്രായേല് സ്വന്തം പുത്രനാകുന്നു. ദൈവപുത്രനും ഈജിപ്തിലൂടെ കടന്നു വരുന്നു. അഭയകേന്ദ്രമായിരുന്ന നാട് പിന്നീട് അരക്കില്ലമായപ്പോൾ കർത്താവ് തന്നെ ശക്തമായ ഭുജം കൊണ്ട് അവരെ രക്ഷിച്ചു. ഫറവോമാരുടെ വലതുകരമുയർത്തി മറ്റുള്ളവരെ ശിക്ഷിച്ചിരുന്ന ആ ഒരു ശക്തിയെ തിരിച്ചടിക്കുകയാണ് ദൈവം. കർത്താവ് ശക്തമായ വലതുകരം കൊണ്ട് ഇസ്രായേലിനെ രക്ഷിച്ചപ്പോൾ ഫറവോയെയും സൈന്യത്തെയും തേരുകളെയും കടലിൽ താഴ്ത്തി എന്നാണ് പറയുക. അവിടുന്ന് കൊണ്ടുവരുന്ന വഴിക്കാണ് സീനായി മലയുടെ ചുവട്ടിൽ വെച്ച് ദൈവം അവരെ സ്വന്തം ജനമായി, വിശുദ്ധ ജനമായി തിരഞ്ഞെടുക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിന്റെ ജൈത്രയാത്രയാണ്. ഈ ഒരു ജൈത്രയാത്രയുടെ ഇടയിലാണ് തിരുക്കുടുംബത്തിന്റെ പോക്കും വരവും നമ്മൾ ഓർക്കുക. ഈജിപ്ത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വലിയൊരു ചിന്ത അതാണ്. മറ്റുള്ളവർക്ക് അഭയമാകുവാൻ, തണലാകുവാൻ നമുക്ക് സാധിക്കുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിന്നിൽ